ഈ ചുവന്ന് തൊടുത്തിരിക്കുന്ന സാധനം കണ്ടോ? ജെല്ലി മിഠായി ഒന്നുമല്ല കേട്ടോ, ഇത് നമ്മുടെ പപ്പായയാണേ. പപ്പായ, ഓമയ്ക്ക, കപ്പയ്ക്ക, കപ്പളങ്ങ എന്നൊക്കെ പറയുന്നത് നമ്മുടെ പപ്പായയാണേ. ഇത് നല്ല ടേസ്റ്റാണ് ഇങ്ങനെ കഴിക്കാനായിട്ട്. എങ്ങനെയാണ് ഇത് ഉണ്ടാക്കിയെടുത്തതെന്ന് ഞാനൊന്ന് കാണിച്ചു തരാം. ഞാനിപ്പോൾ വലിയൊരു പപ്പായ, നല്ലതായിട്ട് പഴുത്ത ഒരു പപ്പായ ചെറിയ കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട്. അത് മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. വെള്ളം ഒന്നും ചേർക്കണ്ട, നല്ല പഴുത്ത പപ്പായ കൊണ്ട് നന്നായിട്ട് അത് ഇറങ്ങി വരും. ഇനി ഇത് നമുക്ക് ചൂട് കട്ടിയുള്ള ഒരു പാത്രത്തിനകത്താക്കിയിട്ട് അടുപ്പത്ത് വെച്ചെടുത്ത് നന്നായിട്ടൊന്ന് തിളപ്പിച്ച് എടുക്കണം. ഇതിപ്പോൾ തിളച്ച് വരുന്ന സമയത്ത് കോൺഫ്ലവർ നമുക്ക് ചേർത്ത് കൊടുക്കണം. ഞാനിപ്പോൾ ഒരു 1/4 കപ്പ് കോൺഫ്ലവർ കുറച്ച് വെള്ളം ഒഴിച്ച് കലക്കിയിട്ട് അതിലേക്ക് ചേർത്ത് കൊടുക്കുക. കോൺഫ്ലവർ ചേർത്തിട്ട് പെട്ടെന്ന് തന്നെ ഇത് കുറുകി വരും. അതുകൊണ്ട് നമ്മൾ കൈ എടുക്കാതെ തന്നെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് ഇതുപോലെ കുറുകി വരുന്ന സമയത്ത് നമുക്ക് മധുരത്തിന് ആവശ്യത്തിനുള്ള പഞ്ചസാര അതിലേക്ക് ചേർത്ത് കൊടുക്കുക. പഞ്ചസാര ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇനി നമുക്കിതിലേക്ക് നെയ്യ് ചേർത്ത് കൊടുക്കണം. ഒരു 3-4 സ്പൂൺ നെയ്യൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനി ഞാനിപ്പം വെളുത്ത എള്ള് ചേർക്കുന്നുണ്ട്, അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഈ ഒരു പരുവം ഉണ്ടല്ലോ, നമ്മൾ കുറച്ചെടുത്തിട്ട് കയ്യിൽ ഉരുട്ടുമ്പോൾ കൈ പറ്റാത്ത ഒരവസ്ഥ, ആ ഒരു പരുവാകുമ്പോൾ നമുക്ക് അടുപ്പത്തുനിന്ന് മാറ്റാം. എന്നിട്ട് പരന്ന പാത്രത്തിൽ നെയ്യ് തൂവിയിട്ട് അതിലേക്ക് ഇത് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടിങ്ങനെ റെഡിയാക്കി കൊടുക്കാം. ഇത് നന്നായിട്ട് ചൂടൊക്കെ മാറി സെറ്റാകുമ്പോൾ നമുക്ക് കഴിക്കാനായിട്ട് എടുക്കാം. അപ്പം ഞാൻ ചൂടൊക്കെ മാറിയിട്ട് ഒന്ന് വീഡിയോ എടുക്കാനായിട്ട് വന്നപ്പോഴത്തേക്ക് സംഭവം തീരാറായി കേട്ടോ. അപ്പം നല്ല അടിപൊളി ടേസ്റ്റാണ് നമുക്ക് കഴിക്കാനായിട്ട് കേട്ടോ. പിള്ളേർക്കായാലും മുതിർന്നവർക്കായാലും നന്നായിട്ട് ഇഷ്ടപ്പെടും. അപ്പോൾ പപ്പായ വീട്ടിലുള്ളവർ തീർച്ചയായിട്ടും ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ. ഇത് ചെയ്യാനായിട്ട് ഒരുപാട് സമയമൊന്നും വേണ്ടി വരില്ല, പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു പലഹാരമാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ പുതിയ വീഡിയോയുമായിട്ട് വീണ്ടും വരാം.